ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന പ്രവൃത്തികൾ അതിൽ തന്നെ നല്ലതുണ്ട്, ചീത്തയുണ്ട്. എങ്കിലും സാധാരണ ഒരു പ്രവൃത്തി നല്ലതോ ചീത്തയോ ആയി മാറുന്നത് എന്തുദ്ദേശത്തോടെ അത് ചെയ്യപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. പുറമേ വളരെ നല്ലത് എന്ന് തോന്നുന്ന പ്രവൃത്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെടാം, മോശമായ ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ. അതുപോലെ തന്നെ പുറമേ മോശമെന്ന് നമുക്ക് തോന്നാവുന്ന പ്രവൃത്തികൾ വളരെ നല്ല ഉദ്ദേശത്തോടെ ഒരു വ്യക്തി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് സ്വീകാര്യമായി തീർന്നെന്നും വരാം. ഹൃദയമാണ് ഓരോ പ്രവൃത്തിയെയും നല്ലതോ ചീത്തയോ ആക്കി മാറ്റുക. ഹൃദയത്തിലെ ഉദ്ദേശങ്ങൾ, വിചാരവികാരങ്ങൾ നല്ലതാണെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായി മാറും. ഹൃദയം മോശമാണെങ്കിൽ അതിൽ നിന്ന് പുറപ്പെടുന്ന ചിന്തകൾ, സംസാരം, പ്രവൃത്തികൾ മോശമായി തീരുന്നു. നമ്മുടെ ഹൃദയം പരിശുദ്ധമാണോ എന്ന് നാം തന്നെയാണ് വിവേചിച്ചറിയേണ്ടത്. ഈ നോമ്പുകാലം അതിനുള്ള അവസരമാണ്. തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് അവിടുത്തെ ഹൃദയത്തോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം പരിശുദ്ധമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനാവും. ഹൃദയം അശുദ്ധമാണെങ്കിൽ അവിടുത്തെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന രക്തത്താൽ അത് കഴുകപ്പെടണം. അതിന് അവിടുത്തെ കുരിശിനോട് നാം ചേർന്നിരിക്കണം. അവിടുത്തോട് അടുത്തിരുന്നാലേ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കൂ, ആ ഒരു വിശുദ്ധീകരണം നമ്മളിൽ സംഭവിക്കുകയുള്ളൂ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.